ജീവിതവും എന്ത് ചെയ്യും? വഴിതെറ്റും എന്നതാണ് ഇന്നത്തെ ആളുകളുടെ പ്രശ്നം. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ തത്വങ്ങൾ കൂടുകയോ കുറയോ ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ സ്റ്റക്കാവും. ഇപ്പോ ഭൂമിയും ജലവും എന്താണ്? ഭൂമി, ജലം എന്നീ രണ്ട് തത്വങ്ങളുടെ പ്രത്യേകത നോക്കിയാൽ താഴേക്ക് വലിക്കുന്ന തത്വങ്ങളാണ്. ആണോ അല്ലേ? താഴേക്ക് വലിക്കുന്ന തത്വങ്ങളാണ്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഗ്രാവിറ്റിയും വെള്ളവും ഇതൊക്കെ നോക്കിയാൽ താഴേക്ക് വലിക്കുന്നതാണ്. എന്നാൽ അഗ്നിയും വായുവും മുകളിലേക്ക് ഉയർത്തുന്ന തത്വങ്ങളാണ്. ആണോ അല്ലേ? അപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലവും ഈ പറഞ്ഞ ധാരാളം വെള്ളം, ഇങ്ങനെ ഭൂമി, ജലം എന്നീ രണ്ട് തത്വങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് കൂടുമ്പോൾ ഈ പറഞ്ഞ മൂലാധാരം, സ്വാധിഷ്ഠാനം എന്ന രണ്ട് തത്വങ്ങൾ ആക്റ്റീവ് ആവുകയും ജീവന് മുകളിലേക്ക് ഉയരാൻ പറ്റാതെ എന്ത് ചെയ്യും? താഴെ ഈ മണ്ണിനും പെണ്ണിനും ആഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ എന്ത് ചെയ്യുകയും ചെയ്യും? കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഹോളിന് അപ്പുറത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ ഭോഗം അല്ലെങ്കിൽ കാമം എന്ന് പറയപ്പെടുന്ന ഈ ഇന്ദ്രിയ സുഖത്തിൽ കുടുങ്ങിയവൻ അതിനപ്പുറത്തേക്ക് യോഗത്തിലേക്ക് എന്ത് ചെയ്യില്ല. ബ്രഹ്മചര്യത്തിന് കാമത്തെ നിയന്ത്രിക്കാൻ പറയുന്നത് വേറൊന്നല്ല, ഈ ഭൂമിയുടെയും ജലത്തിന്റെയും അതിപ്രസരണത്തിലുള്ള ഈ താഴേക്കുള്ള വലിവ് കാരണം ജീവൻ എന്ത് ചെയ്യാൻ കഴിയില്ല? മുകളിലേക്ക് ഉയരാൻ കഴിയില്ല. മനസ്സിലായോ? അവിടെയാണ് ബ്രഹ്മചര്യം എന്നുള്ള അതിന് പ്രസക്തി എന്ന് പറയാൻ കാരണം. ഇനി കിണറിന് ആഴം കൂടുതലാണ്. ആഴമുള്ള കിണറ്റിലെ വെള്ളം 2 നില മുകളിൽ അപ്പുറത്തെ ടാങ്കിലേക്ക് കയറ്റണമെങ്കിൽ അവിടെ എന്ത് വേണം? 1/2 HP മോട്ടോർ വെച്ചാൽ മതിയാവും. പിന്നെന്ത് വേണം? HP കൂട്ടണോ വേണ്ടയോ? 1/2 HP പകരം 1-1.5 HP കൂട്ടണോ വേണ്ടയോ? അപ്പൊ എന്ത് വേണം? ഭൂമിയുടെയും ജലത്തിന്റെയും താഴേക്കുള്ള വലിവ് കൂടുമ്പോ, ജീവൻ താഴേക്ക് വലിയുമ്പോ ഇതിന് മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ HP കൂട്ടണം. എന്താണ് HP? അഗ്നി, വായു എന്നീ രണ്ട് തത്വങ്ങളുടെ ഫ്രീക്വൻസി കൂട്ടണം. അഗ്നിയും വായുവും കൂട്ടിയാൽ, അതായത് വോൾട്ടേജ് കൂട്ടി, പവർ കൂട്ടി കഴിഞ്ഞാൽ പമ്പ് നന്നായി ചെയ്യുമ്പോൾ നന്നായി എയർ കൊടുത്തിട്ട് എന്ത് ചെയ്യും? വെള്ളം മുകളിലേക്ക് കയറുമല്ലോ അല്ലെ? അപ്പോ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് കൂടി നല്ല രീതിയിൽ യോഗയും വ്യായാമവും ഒക്കെ ചെയ്ത് അഗ്നിയെയും പിന്നെയോ നല്ല പ്രാണായാമം ചെയ്ത് വായുവിനെയും കൂട്ടുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ജലവും ഭൂമിയും എന്ത് ചെയ്യും? ഇടി കുറയും. മനസ്സിലാവുണ്ടോ? അഗ്നി കൂടുമ്പോ ജലം വറ്റും, പിന്നെയോ ഭൂമി തത്വത്തിന്റെ വലിവ് കുറയും. അപ്പൊ ആരുടെ ഇൻഫ്ലുവൻസ് കൂടും? അഗ്നിയുടെയും വായുവിന്റെയും ഇൻഫ്ലുവൻസ് കൂടും. എന്ന് വെച്ചാൽ അപ്പോഴാണ് ജീവന് മണിപൂരകവും അനാഗതവും കടന്ന് മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഉയരാൻ പറ്റും. അല്ലാതെ 1/2 HP മോട്ടറും വെച്ച് വെള്ളം താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് മുകളിൽ ടാങ്കും വെച്ചിട്ട് കയറുന്നില്ല കൊണ്ട് പരാതി കൊണ്ട് കാര്യമില്ല. ഈ വെള്ളം താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് കൂട്ടണം? HP. അപ്പൊ എന്താണ്? പമ്പിങ് കൂട്ടണം അല്ലെ? പമ്പിങ്ങും പ്രഷറും കൂട്ടണ്ടേ? പമ്പിങ് കൂട്ടണമെങ്കിൽ ബ്രീത്തിങ്, ഫയറും എയറും കൂട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രാണായാമവും നന്നായി വ്യായാമവും ചെയ്യുമ്പോൾ ഈ ജലത്തിന്റെയും ഭൂമിയുടെ ഇൻഫ്ലുവൻസ് നമ്മളിൽ നിന്ന് കുറയും. അപ്പൊ ജീവൻ താഴേക്ക് ഈ ഭോഗിക്കുക എന്നുള്ളതിൽ നിന്നും മെല്ലെ എന്ത് ചെയ്യും? ചിന്തിക്കാൻ തുടങ്ങും. അഗ്നി വർക്ക് ചെയ്യാൻ തുടങ്ങിയ യുക്തി, ധൈര്യം ഇതെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങും. വ്യക്തിത്വം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ സെൽഫ് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങും. അവനവൻ എന്ത് ചെയ്യാൻ? ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഞാനാണ് ഈശ്വരൻ എന്ന ചിന്തയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. ക്ലിയർ ആയോ? വായു കൂടുമ്പോ, വ്യക്തിത്വം കൂടുമ്പോ എന്റെ ഉള്ളിലുള്ള ഈശ്വരൻ എന്ത് എന്ന അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പിന്നെ എന്ത് മനസ്സിലാവും? ആകാശ തത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അങ്ങനെ ഞാനും ഈശ്വരന്റെ അംശമാണ് എന്ന നിലയിലേക്ക് സ്വയം ആ കാരണ ശരീരത്തെ അറിയുമ്പോഴാണ് അതിന്റെ ഉറവിടവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോഴാണ് പിന്നീട് സമാധി സ്ഥിതിയിലേക്ക് എന്ത് വരിക? ക്ലിയർ ആയോ? അപ്പൊ അതിന് ഈ ആകാശ തത്വത്തിലെ, അതായത് ഭൂമി, ജലം എന്നീ രണ്ട് തത്വങ്ങളിൽ നിന്ന് നമ്മളെ ആകാശത്തിലേക്ക് ഉയർത്തണമെങ്കിൽ ഇതിന്റെ ഇടയിൽ ആര് നമ്മളെ സഹായിക്കണം? അഗ്നി, വായു എന്നീ രണ്ട് തത്വങ്ങളുടെ സഹായം ഉണ്ടായേ പറ്റൂ. മനസ്സിലായോ? നല്ല യോഗീവര്യന്മാരും സിദ്ധന്മാരുടെയും ഋഷിമാരുടെയൊക്കെ ശരീരം എത്ര വലിയ വയറും ഇതൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടോ? കുംഭയും വയറും ഇതൊക്കെ വെച്ചിട്ടുള്ള എണിക്കാൻ വയ്യാത്ത ആൾക്കാരെ പോലെ തോന്നിയിട്ടുണ്ടോ? പെർഫെക്റ്റ് ശരീരമായിരിക്കും. നല്ല വ്യായാമം ചെയ്തും
പ്രാണൻ നെഞ്ചു വിരിച്ചും ശരീരം ചെറുതായിട്ടുമുള്ള ഒരു രൂപമായിട്ടാണ് നമുക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. എങ്കിൽ പോലും നമ്മുടെ ഉള്ളില് അഗ്നി വായു എന്നീ രണ്ട് തത്വങ്ങളെ ഉയർത്തുമ്പോൾ ഈ ഭൂമി ജലത്തിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് അപ്പൊ വീണ്ടും പറയുന്നു, അഗ്നിവായു ഉയർത്തുമ്പോ ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ അതിൽ മാത്രം നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അത് മാത്രം നിൽക്കുമ്പോൾ അഹങ്കാരവും അഹംഭാവവും കൂടും. ഇത് കൂടുമ്പോ തന്നെയും ആകാശതത്വം എന്നുള്ള അവസ്ഥയും കൂടെ നമ്മളിലേക്ക് എന്ത് വരണം? അവിടെയാണ് വ്യായാമം അല്ലെങ്കിൽ ആസനമുറകൾ പരിശീലിക്കുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും? ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം നല്ല രീതിയിൽ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉയർന്നു വരുന്നൊരു തലം വരും. അത് കഴിഞ്ഞ് ആകാശതത്വം എന്ന ശൂന്യതാഭാവത്തിലേക്ക് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ ആ ഒരു ശൂന്യതാഭാവം എന്ന് പറയുന്ന നിർഗുണമാകുന്ന ആ ഒരു ധ്യാനാവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മളിലേക്ക് എന്ത് ചെയ്യുള്ളൂ? ആകാശതത്വം കൂടെ നിറഞ്ഞു വരും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത, ഒരു നിറവ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ അതിനപ്പുറത്തേക്കുള്ള തലത്തെക്കുറിച്ച് പോലും എന്ത് ചെയ്യാൻ പറ്റൂ? ചിന്തിക്കാനേ. ക്ലിയർ ആയോ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടും ഉയർത്തിയില്ല എങ്കിൽ ഈ താഴേക്കിടയുള്ള രണ്ട് തത്വങ്ങളുടെ വലിയിൽ എന്ത് പിടിവലിയിൽ താഴേക്ക്. അതായത് ഭക്ഷണത്തിനോടുള്ള പ്രിയം കൂടി 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 തിന്നുക, കുടിക്കുക, മരിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് പോവും. പിന്നെ ഭോഗിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? ആഗ്രഹങ്ങളിൽ കുടുങ്ങി, വികാരങ്ങളിൽ കുടുങ്ങി. ഇങ്ങനെ ഈ മൂലാധാരം സ്വാധിഷ്ഠാനമല്ല ഈ രണ്ട് ഈ ഗ്ലാൻഡുകളുടെ ഹോർമോണുകളുടെ അവസ്ഥയിൽ എനർജി മുകളിലേക്ക് ഉയരാൻ പറ്റാതെ താഴേക്ക് ഒഴുകി പോകുന്ന ഒരവസ്ഥയിലേക്ക്. വേറെയോ? അപ്പോ ഈ 5 ചക്രങ്ങൾ എന്ന് പറയുന്നത് 5 യുഗം തന്നെയാണ്. ഭൂമി തത്വത്തിന്റെ കാലഘട്ടം, ജലതത്വത്തിന്റെ കാലഘട്ടം, അഗ്നി തത്വത്തിന്റെ കാലഘട്ടം, വായു തത്വത്തിന്റെ കാലഘട്ടം, അതിൽ നിന്നും ആകാശ തത്വത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഈ തത്വത്തിന് അതീതമായ യുഗമാണ് മോക്ഷം എന്ന അവസ്ഥ. ക്ലിയർ ആയോ? അപ്പോ ഈ 5 തത്വങ്ങളെയും നമ്മൾ ഫിസിക്കലി ബാലൻസ് ചെയ്യുമ്പോൾ, 5 തത്വങ്ങളെയും ബാലൻസ് ചെയ്യുമ്പോൾ ഈ നടന്നു പോകാനുള്ള പടികളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താവും? ഈവൺ ആയിരിക്കും അല്ലെ? എല്ലാ സ്റ്റെപ്പും ഒരേ ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി? നടന്നു കയറി. ഒരു സ്റ്റെപ്പ് ഇത്രയും മറ്റേ സ്റ്റെപ്പ് ഇത്രയും ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സ്റ്റെപ്പ് അല്ലാതെ കുന്നും പുറത്ത് കയറുമ്പോൾ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കയറാൻ പറ്റും. ചിലപ്പോൾ ഒരടി ഇവിടെ വെച്ചിട്ട് പാറയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റവും മേലെ നല്ല എത്താത്തൊരിടത്ത് കാല് വെക്കേണ്ടതായ സാഹചര്യം വരും. സ്റ്റെപ്പ് ഈവൺ ആവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ശാശ്വതമായി നടന്നു കയറാൻ പറ്റും. എന്ന പോലെ ഈ 5 തത്വങ്ങളും തുല്യമായ ലെവലിലേക്ക് നിൽക്കുന്ന സമയത്ത് ആവശ്യത്തിന് ശരീരബലം, ആവശ്യത്തിന് ഇമോഷൻസ്, എന്നാൽ ആവശ്യത്തിന് അറിവ്, ആവശ്യത്തിന് വ്യക്തിത്വം, ശാന്തമായി ഇരിക്കാനുള്ള നമ്മുടെ ഒരു പീസായിട്ടുള്ള ഒരു മനസ്സ്, ഈ 5 അവസ്ഥകൾ നമ്മളിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് സമാധാനം എന്നുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഈ സമാധാനം എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ആ സമാധാനം നൽകുന്ന ഒരു ശക്തിയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? തിരിച്ചറിവുണ്ട്. എന്ന് വെച്ചാൽ ഈ 5 തത്വങ്ങൾ ബാലൻസ്ഡ് ആവുമ്പോൾ ജീവൻ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മുകളിലേക്ക് ഉയർന്നു പോവാൻ കഴിയുമെന്ന്. പ്രോപ്പറായിട്ട് ആസനം ചെയ്ത് പ്രാണായാമം ചെയ്ത് മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ മെഡിറ്റേഷൻ ട്രാക്ക് നമുക്ക് ക്ലിയർ ആവും. ഡയറക്റ്റ് ആയിട്ട് പോയി മെഡിറ്റേഷൻ ഇരുന്നാൽ കുറെ സ്വപ്നങ്ങളും ചിന്തകളും വന്ന് നമ്മൾ എന്ത് ചെയ്യും? മെഡിറ്റേഷൻ കിട്ടില്ല. പ്രോപ്പർ വേയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജനലിലൂടെ ചാടിക്കേറിയും വരാം, പ്രോപ്പർ വേയിലൂടെയും വരാം. പ്രോപ്പറായിട്ട് വേയിൽ വരുന്ന സമയത്ത് നമുക്ക്, അതുകൊണ്ടാണ് യമവും നിയമവും ആസനവും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രാണായാമം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ധ്യാനത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ, നമുക്ക് നിർഗുണാവസ്ഥയിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ മോഹങ്ങളെ ഇവിടെ ക്ഷയിപ്പിക്കണമെങ്കിൽ മോഹങ്ങളെ നമ്മൾ വളരെ വിജിലന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ വൃത്തിയായി കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൽ നിന്ന് പുറത്തേക്ക് വരാം. നമ്മളെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് പൂർത്തീകരിക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ പൂർത്തീകരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ടിവിയും കണ്ടുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആഗ്രഹം തൃപ്തിപ്പെടും. അപ്പോ വാസനാക്ഷയം എന്നത് നിർബന്ധമാണ്. നമ്മൾ ഏത് തത്വത്തിൽ കുടുങ്ങിക്കിടക്കുന്നോ ആ തത്വങ്ങളുടെ വാസനകൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് അടിമപ്പെട്ടുകൊണ്ട്
ഭൂമി തത്വത്തിൽ അധികരിച്ച് നിൽക്കുന്ന സമയത്ത് ഭൂമി തത്വത്തിന്റെ വാസനകൾ നമ്മളെ